RRB ക്ലർക്ക് പ്രിലിംസ് എക്സാമിന്റെ ഒരു പ്രത്യേകതയുണ്ട്. കട്ട് ഓഫ് ഓൾവേസ് 80 70 മുകളിലോട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു എക്സാമിന് ഇത്രയും ഹൈ കട്ട് ഓഫ് വരുന്നത്? ഒരു മയമൊക്കെ വേണ്ടേ? 70 താഴോട്ടൊന്ന് എന്തോ കട്ട് ഓഫ് തന്നൂടെ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അപ്പോൾ അതിന്റെ ഒരേ ഒരു റീസൺ ഇത്രയേ ഉള്ളൂ. എക്സാം വളരെ ഈസി ആയിരിക്കും. ബാക്കി എക്സാംസ് അല്ലെങ്കിൽ ഇപ്പം SBI ക്ലർക്ക്, IBPS ക്ലർക്കൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും RRB ക്ലർക്ക്. പക്ഷേ നമുക്ക് അത്രയും അറ്റംപ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി വേണം. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഡിസംബർ 6, 7, 13, 14. അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് നോക്കുവാണെങ്കിൽ സപ്പോസ് ഫസ്റ്റ് ഡേ ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് 7 ദിവസം നമ്മുടെ മുൻപിലുണ്ട്. എത്ര ദിവസമാണ്? 7 ദിവസം നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാട്ടിലും ഇപ്പം നിങ്ങൾക്ക് മോക്ക് എഴുതുന്നതിനേക്കാട്ടിലും നല്ലൊരു മാർക്കും കിട്ടും. ഞാൻ പറഞ്ഞ ആ ഒരു ടാർഗറ്റ് 80 ഔട്ട് ഓഫ് 80 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പറ്റുവാടെ നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഡെയിലി മിനിമം 4 മോക്ക് എഴുതണം. മിനിമം ആണ് ഞാൻ പറഞ്ഞ, മാക്സിമം അല്ല. മിനിമം 4 മോക്ക് എഴുതണം. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നേ പറ്റത്തുള്ളൂ ഈ ഒരു കാര്യത്തിൽ. അപ്പം 3, 2, 1 ഇവിടെ അക്സെപ്റ്റബിൾ അല്ല. 4 മോക്ക് മിനിമം എഴുതണം. അതിന് മേലോട്ട് എത്ര എഴുതാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ അത് എഴുതണം. നിങ്ങൾ കമന്റ് ചെയ്യും, നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും കൂടുതൽ മോക്ക് എഴുതുന്നത്. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഓരോ ദിവസവും മോക്ക് എഴുതിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും, ഞാൻ ഇത്രയും മോക്ക് എഴുതി. അപ്പോൾ നോക്കാം, വാശി വരും, കോമ്പറ്റീഷൻ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ട് എഴുതണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് എക്സാം ഇപ്പോൾ ഓൾറെഡി നിങ്ങളൊക്കെ എക്സാം എഴുതി കാണും, മോക്ക് ടെസ്റ്റ് എഴുതി കാണും. വളരെ ഈസി അല്ലേ എക്സാം? ഇപ്പം നിങ്ങൾക്ക് റോങ് അല്ലെങ്കിൽ തെറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. അവിടെ അനാലിസിസ് എന്ന് പറയുന്ന പാർട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടും കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മിനിമം 4 മോക്ക് എഴുതിയിരിക്കണം. ഇനി നമുക്കൊരു സ്ട്രാറ്റജി വേണ്ടേ? നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് പിക്ക്, അതായത് നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണോ ആദ്യം വരുന്നത് ആ ക്വസ്റ്റ്യൻ എടുത്തങ്ങ് തുടങ്ങിക്കോണം. അവിടെ നമ്മൾ മറ്റേ RRB PO അല്ലെങ്കിൽ SBI PO IBPS PO ചെയ്യുന്ന പോലെ ഒന്നും ഒരു സ്ട്രാറ്റജിയും വേണ്ട. കാര്യം ഇവിടെ ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കും. നമുക്ക് ഈ സെലക്ഷനോ സ്കാനിങ് ഫേസിനോ നമുക്ക് സെക്കൻഡുകൾ അല്ലെങ്കിൽ സമയം കളയാൻ ഇവിടെ ഇല്ല. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ RRB ക്ലർക്കിൽ സെക്കൻഡുകൾക്ക് വളരെ വിലയുണ്ട്. അപ്പോൾ ആ ഓരോ സെക്കൻഡിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്സലേനിയസ് ക്വസ്റ്റ്യൻസ് ആദ്യം എടുത്ത് ചെയ്യാൻ വേണ്ടി സ്കിപ്പ് ചെയ്ത് നമുക്ക് സമയം കളയാനില്ല, അല്ലെങ്കിൽ സെലക്ഷന് സമയമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണോ നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് അവനെ എടുത്തങ്ങ് തുടങ്ങിക്കോണം. ഇനി അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, നിങ്ങൾ നോക്കിക്കോ. ചില ആൾക്കാർക്ക് മോക്ക് എഴുതുമ്പോൾ ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ അൺസർട്ടൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ടഫ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കോൺഫിഡൻസ് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി മാത്രം ആ ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക. ബാക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണോ നമ്മുടെ സ്ക്രീനിൽ വരുന്നത് അത് ചെയ്യുക. ഇനി ബ്ലഡ് റിലേഷനും അൺസർട്ടൻ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നിങ്ങളുടെ സ്ട്രോങ് ആണെങ്കിൽ അവിടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനോ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കാനോ നിൽക്കണ്ട. അവിടെ നിന്ന് എടുത്ത് അങ്ങ് തുടങ്ങിക്കോണം. അപ്പം ബിഗിൻ വിത്ത് വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദ റീസണിംഗ് സെക്ഷൻ ആൻഡ് QA സെക്ഷൻ. അതായത് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നമുക്ക് വേറെ ഒന്നിനും സമയം കളയാനില്ല. നോ പ്രീ സെലക്ഷൻ ഓർ സ്കാനിങ് ഫോർ ഈസിയർ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ RRB POക്ക് പറഞ്ഞില്ലേ, ആദ്യം മിസലേനിയസ് ക്വസ്റ്റ്യൻ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈസി അരിത്തമെറ്റിക്കിലോട്ട് പോകണം. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. എന്താണോ ഞാൻ എടുത്തെടുത്ത് നിങ്ങളോട് പറയുന്നുണ്ട്, എന്താണോ നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് അവനെ എടുത്ത് ചെയ്യുക. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് അറിയാം ഈ ഇൻഇക്വാളിറ്റി ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇപ്പം ഒരു പസിൽ, ഞാൻ ഏറ്റവും നമുക്ക് ഹയസ്റ്റിലോട്ട് പോകാം. റീസണിങ്ങിൽ ഒരു പസിലോ അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റോ നമുക്ക് ടോട്ടൽ ഒരു 2.5 മിനിറ്റ് മാത്രമേ നമുക്ക് എടുക്കത്തുള്ളൂ. മാക്സിമം നമുക്കൊരു 2.5 മിനിറ്റ്, അത്രയൊന്നും പോകത്തില്ല സത്യം പറഞ്ഞാൽ. ഒരു 1.5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഒരു പസിൽ നമ്മുടെ ഈ ഒരു RRB ക്ലർക്കിന് ചെയ്യാൻ പറ്റും. 2.5 നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 1.5 മിനിറ്റ്, ഇനി മാക്സിമം 2 മിനിറ്റ്. അതിന് താഴോട്ടേ നമുക്ക് സമയം പോകത്തുള്ളൂ. അതുകൊണ്ട് അത്ര ഈസി ആയിരിക്കും. ഈ കണ്ടീഷൻസും നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തരത്തില്ലേ, നമ്മുടെ പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ഓരോരോ കണ്ടീഷൻസ് തരത്തില്ലേ, അവന്മാരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവിടെ കോഡ് പോലും എഴുതണ്ട. അപ്പം ഫുൾ നമ്മുടെ അറേഞ്ച്മെന്റും വരച്ച് നമ്മുടെ ആ ഒരു സബ് ക്വസ്റ്റിന് ഫിനിഷ് ചെയ്യാൻ നമുക്കൊരു 1.5 മിനിറ്റ് 2 മിനിറ്റ് എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട, വളരെ കൂളായിട്ട് പോയി എഴുതിയാൽ മതി. ഇനി ഡോണ്ട് വേസ്റ്റ് ക്രൂഷ്യൽ സെക്കൻഡ് ഇൻ സ്കാനിങ് ഓർ ഈസി ക്വസ്റ്റ്യൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, അവിടെ ഫസ്റ്റ് സ്കാനിന് ഏത് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടാമത്തെ സ്കാനിൽ ഏത് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം. അങ്ങനെ ഒന്നും നിങ്ങൾ വറീഡ് ആവണ്ട, ബേജാറാവണ്ടെന്ന് പറയത്തില്ല. അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ടിൽ എന്താണോ വരുന്നത് എടുത്തങ്ങ് തുടങ്ങിക്കോണം. ഇനി ഡയറക്ട്ലി അറ്റൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ഇൻ സീക്വൻസ് വിത്തൗട്ട് പോസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഫ്രണ്ടിൽ എന്താണോ വരുന്നത് നമ്മൾ അവിടെ അങ്ങ് ചെയ്ത് തുടങ്ങി അങ്ങ് തകർത്തോണം. അത് തന്നെയാണ് അതിനകത്ത്. വേറെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വരുന്ന ക്വസ്റ്റ്യൻ എടുത്തങ്ങ് തകർത്തോണം, അത്രേ ഉള്ളൂ. വേറെ അതിനകത്ത് സ്കാനിങ്ങിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർക്ക് ആൻഡ് റിവ്യൂനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും നമ്മളവിടെ കൊടുക്കാൻ പോകരുത്. ഒരു സെക്കൻഡ് പോലും നമ്മൾ ഒന്നിനും കളയരുത്. വെള്ളം കുടിക്കാൻ പോലും നമ്മളവിടെ സമയം കളയരുത്. ക്വസ്റ്റ്യൻ ആ ഒരു ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെന്നും പേപ്പറും നമ്മുടെ മൈൻഡുമായിട്ടൊരു കോർഡിനേഷൻ വേണം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് എൻഡ് ചെയ്യുന്നിടം വരെ നമ്മുടെ പേന ഓടിക്കൊണ്ടേയിരിക്കണം. അതാണ് പേന ഓടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കൈ ഓടിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്ന പോലെ ആ ഒരു കാര്യം നിങ്ങൾ കമ്പൽസറി ആയിട്ടും ആലോചിച്ച് വെക്കണം. ഇനി ഇവിടെ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നമ്മൾ എല്ലാവരും
ചില ടോപ്പിക്കുകൾ നമ്മൾ വളരെ വീക്ക് ആയിരിക്കും. സപ്പോസ് ബ്ലഡ് റിലേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അൺസർട്ടൺ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എല്ലാവരും സ്ട്രോങ് ആവണമെന്നില്ല. കാര്യം ബ്ലഡ് റിലേഷൻ പൊതുവേ നമുക്കൊരു കൺഫ്യൂസിംഗ് ആയിട്ട് വരും. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്താൽ മതി, അത് മാത്രം മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്തത് നമുക്ക് അവസാനം എടുക്കാം. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ ഫസ്റ്റ് പിക്കിൽ ഫസ്റ്റ് സെലക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എടുത്തു പോയാൽ മതി. എന്നിട്ട് നമ്മൾ ഇവന്മാരെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇൻ കേസ് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് ഡിഫിക്കൽട്ട് ആണെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ സ്കിപ്പ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൽ മതി, നമുക്ക് ഫിനിഷ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ എക്സെപ്ഷൻ. അതല്ല, നിങ്ങൾ ഇതിലൊക്കെ വളരെ സ്ട്രോങ് ആണ്, വളരെ ബ്രില്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ അതിനൊരു സമയം ചിലവാക്കണ്ട. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. ഇത് പ്രധാനമായിട്ട് ഞാൻ റീസണിങ്ങിൽ എടുത്തു പറഞ്ഞതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പൊതുവേ എല്ലാവരും വിചാരിക്കും ആദ്യം മിസ്സലേനിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്ത് ചെയ്തിട്ടല്ലേ ബാക്കി പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും എക്സാം എളുപ്പമായിരിക്കും. നിങ്ങളെ കൊണ്ട് പറ്റുവടേ, അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് ആ ഒരു കോൺഫിഡൻസ് തരുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. ഞാൻ പക്ഷേ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എത്ര മോക്ക് എഴുതി ഒരു ദിവസം അതെനിക്കൊന്ന് കമന്റ് ചെയ്യണം. കാര്യം നമുക്കൊരു കോമ്പറ്റീഷൻ അവിടെ വരുത്താം. ആരായി ഇപ്പം മാക്സിമം 8 മോക്കൊക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടേ. 8-9 മോക്കൊക്കെ ഒരു ദിവസം എഴുതാൻ പറ്റും. രാവിലെ എണ്ണിക്കും, രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങും, എന്നിട്ട് തീരുന്ന എത്ര മണിക്കായിരിക്കും, ഒരു 12 മണിയാകുമ്പോൾ തീരും. മോക്ക് എഴുതുക, അനാലിസിസ് ചെയ്യുക, വെള്ളം കുടിക്കുക, ഫുഡ് കഴിക്കുക, മോക്ക് എഴുതുക. ഈ ഒരു പരിപാടി കൊണ്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അവരുമായിട്ടായിരിക്കണം കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ 8 എണ്ണം എഴുതി, നമ്മൾ 10 എണ്ണം എഴുതണം. ആ ഒരു കോമ്പറ്റീഷൻ 7 ദിവസവും എഴുതണം. അപ്പോൾ എത്ര മോക്ക് ടെസ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, നിങ്ങൾ ഒരുപാട് സോഴ്സിൽ നിന്ന് മോക്ക് ടെസ്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതെല്ലാം എഴുതി തീർത്തിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു സിൻസിയാരിറ്റി, ആ ഒരു ഇന്റൻസിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും 7 ദിവസം ഉണ്ടാവണം. ഇനി നമുക്ക് എങ്ങനെ ടാർഗറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഞാനിത് പ്രധാനമായിട്ടും റീസണിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു കാര്യം ആ ഒരു കൺഫ്യൂഷൻ മാറ്റി തരാൻ വേണ്ടിയാണ്. നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് 40 ഔട്ട് ഓഫ് 40 ആണ് 25 മിനിറ്റിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് 40 ക്വസ്റ്റ്യനും റീസണിങ് സെക്ഷനിൽ നമുക്ക് എന്ത് വേണം, ആക്യുറസി വേണം. ഇവിടെ നമുക്ക് അറ്റംപ്റ്റും വേണം, അതുപോലെ ആക്യുറസിയും വേണം. അത് പ്രധാനമാണ്. നമുക്ക് 40 ഔട്ട് ഓഫ് 40 കമ്പൽസറി ആയിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളുണ്ട് അവിടെ, എന്താ, മറ്റേ മീനിങ് ഫുൾ വേർഡ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു മീനിങ് ഫുൾ വേർഡ് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്രയും നമ്പർ ഓഫ് മീനിങ് ഫുൾ വേർഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് സ്കിപ്പ് ചെയ്താൽ മതി. 40-ൽ 39 അറ്റംപ്റ്റ് ചെയ്താൽ മതി. അവിടെ നമ്മൾ എന്താ പറയുന്നത്, തെറ്റിക്കരുത്. കാര്യം ചിലപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് 80-ൽ 79.5 കട്ട് ഓഫ് വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മിസ്റ്റേക്ക് കാരണം നമ്മുടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പോയില്ലേ. അല്ലെങ്കിൽ ഇപ്പം 80-ന് മേളിലോട്ട് നമുക്ക് ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ആക്യുറസി കമ്പൽസറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ എപ്പോഴും ഹയർ ലെവൽ എയിം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും 80-ൽ 80 നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇങ്ങനെ ആരും വിചാരിക്കരുത് 80-ൽ 70 മതി, 70-ന് മേളിലോട്ടാണ് കട്ട് ഓഫ്, അതുകൊണ്ട് ഞാൻ 70 സ്കോർ ചെയ്യൂ. അങ്ങനെ വിചാരിക്കരുത്. 80-ൽ 80, അതിനപ്പുറത്തോട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ നോക്കിക്കേ, ഐഡിയൽ ടൈം അലോക്കേഷൻ പസിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ലെസ് ദാൻ 2 മിനിറ്റ് മതി. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു 1.5 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പസിലോ അല്ലെങ്കിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റോ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു അറേഞ്ച്മെന്റും വരച്ച് അതുപോലെ തന്നെ സബ് ക്വസ്റ്റ്യൻസും ചെയ്തെടുക്കാൻ പറ്റും. വളരെ ഈസി ആയിരിക്കും. ഈ സബ് ക്വസ്റ്റ്യൻസിൽ ഒരു സ്റ്റേറ്റ്മെന്റും വരത്തില്ല. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. മറ്റേ PO ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് വരത്തില്ലേ, only 1 and 2, only 3 and 4 എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് വരത്തില്ലേ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഒന്നും ഇവിടെ വരത്തില്ല. ഡയറക്റ്റ് സബ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കാണുമ്പോഴേ നിങ്ങൾക്ക് ടിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് പോകുന്ന ടൈപ്പ് ആയിരിക്കും. അതുപോലെ മിസ്സലേനിയസ് ആണെങ്കിലും നമുക്കിപ്പം ഇന്നിക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് 6 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 5 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റും. അത്ര ഈസി ആയിരിക്കും. ഇനി മിസ്സലേനിയസിൽ ആൽഫ ന്യൂമറിക് ഒക്കെ വരും, അത് തീർച്ചയായിട്ടും വരും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇപ്പം RRB POയ്ക്ക് ആൽഫ ന്യൂമറിക് വന്നില്ല, അതുകൊണ്ട് RRB ക്ലർക്കിന് വരത്തില്ല എന്ന് വിചാരിക്കരുത്. ആൽഫ ന്യൂമറിക്ക് നമ്പർ സീരീസ് അല്ലെങ്കിൽ ആൽഫബറ്റ് സീരീസ്, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കമ്പൽസറി ആയിട്ട് കാണും. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം കുറച്ച് ടൈം ടേക്കിംഗ് ആയിരിക്കും. അത് നിങ്ങൾ മോക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി കാണും, അല്ലെങ്കിൽ എക്സാമിന് എഴുതുമ്പോൾ മനസ്സിലായി കാണും. അതുകൊണ്ട് അവിടെ ഞാൻ നിങ്ങൾക്ക് മാക്സിമം 20 സെക്കൻഡ് തരാം. അതല്ല, മിസ്സലേനിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു 10 to 15 സെക്കൻഡ് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഐഡിയൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമയത്തിനാണ്, സെക്കൻഡ്സിനാണ്. നമുക്ക് എല്ലാ സെക്കൻഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണോ നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത് അവനെ എടുത്തങ്ങ് തകർത്തോണം. നമ്മുടെ ടാർഗറ്റ് ഓൾവേസ് എന്തായിരിക്കും, സെക്ഷൻ വൈസ് അല്ലെങ്കിൽ ഓരോ സെക്ഷനും നമുക്ക് 40-ൽ 40 വേണം അല്ലേ, 40-ൽ 40 വേണം. നമുക്ക് ഓവറോൾ സ്കോർ 80-ൽ 80 വേണം. ഞാനത് എന്താ പറയുന്നത്, നല്ല സ്ട്രെസ്ഫുൾ ആയിട്ട് പറയാം, സ്ട്രെസ്ഫുൾ അല്ലേ, സ്ട്രെസ് ചെയ്ത് പറയാണ്. സ്ട്രെസ്ഫുൾ എന്ന് പറഞ്ഞാൽ വേറെ മീനിങ് അല്ലേ, സ്ട്രെസ് ചെയ്ത് പറയാണ്. 80 ഔട്ട് ഓഫ് 80 നമുക്ക് ടാർഗറ്റ് ചെയ്യണം. നമ്മുടെ മുൻപിൽ 7 ദിവസമുണ്ട്. നിങ്ങൾ മിനിമം 4 മോക്ക് എഴുതണം. മാക്സിമം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്ര എഴുതുക. കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക. ഓക്കെ ആണല്ലോ. അപ്പം ഒരു കാര്യം പ്രത്യേകം എനിക്കൊന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഒരു ക്വസ്റ്റ്യനിലും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഫീലിങ്സ് വന്നു, സ്റ്റക്കായി പോയി.
അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ ഇരുന്ന് ഈഗോ വെച്ച് കളിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ മാർക്ക് ആൻഡ് റിവ്യൂ കൊടുക്കുക, എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അവസാനം നിങ്ങളുടെ സമയം ഒരുപാട് കാണും. നിങ്ങൾ നോക്കിക്കോ, റീസണിങ് ഫുൾ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു 6 മിനിറ്റ് ബാക്കി ഇനിയും കാണും. അതാണ് RRB ക്ലർക്ക് പ്രിലിംസ് എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ല, അത്രയും എളുപ്പമായിരിക്കും. റീസണിങ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫുൾ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുൻപിൽ ഒരു 6 മിനിറ്റ് ബാക്കി കാണും. നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ കൈയും കെട്ടിയിരിക്കും. അത്ര ഈസി ആയിരിക്കും. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ബ്ലഡ് റിലേഷനോ അല്ലെങ്കിൽ അൺസർട്ടൺ സീറ്റിംഗ് അറേഞ്ച്മെന്റോ അങ്ങനെ ഒരു നമ്മുടെ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് മാർക്ക് ആൻഡ് റിവ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ ഇഷ്ടംപോലെ സമയം കാണും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ വറീഡ് ആവണ്ട. വളരെ ഈസി എക്സാം ആണ്, നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ മോക്ക് ടെസ്റ്റിന് ഫോക്കസ് ചെയ്യുക, ഡെയിലി ഇത്രയും മോക്ക് ടെസ്റ്റ് എഴുതുക, ഹാർഡ് വർക്ക് ചെയ്യുക. അതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഹാർഡ് വർക്ക് അല്ലാതെ വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ വിചാരിക്കും ഞാൻ റീസണിങ്ങിൽ സ്ട്രോങ് അല്ലേ, ഇനിയിപ്പോൾ എക്സാമിന് പോയി എനിക്ക് പൊളിക്കാം, അല്ലെങ്കിൽ ക്യൂവ എൻ്റെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, അത് ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ മോക്ക് എഴുതിയില്ലെങ്കിലും എനിക്ക് ആക്ച്വൽ എക്സാം പോയി എഴുതിയാൽ മതി. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ എപ്പോഴും ഹമ്പിൾ ആയിട്ടിരുന്നിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. നമുക്ക് വിരാട് കോഹ്ലി, ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ടാലന്റ് മാത്രമല്ല ഹാർഡ് വർക്കും വേണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി മോക്ക് എഴുതുക. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, 100% എന്താ പറയുക, സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റിൽ എക്സിക്യൂട്ട് ചെയ്യുക. അതൊരു ഹാബിറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് നടക്കും, നമ്മുടെ ആക്ച്വൽ എക്സാമിനും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. 7 ദിവസം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ആ 7 ദിവസവും നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ പറയണം, ഞാൻ ഇത്രയും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.